ടാറ്റു നോക്കട്ടെ. അതെന്തോ ടാറ്റു? അത് മിറിയുടെ പടമാണെന്ന് മാത്രം പറയല്ലേ പ്ലീസ്. മിറി അടിച്ചതാണെങ്കിൽ ഇത് വീട്ടില് പ്രശ്നമായിരിക്കും. ചില സമയത്ത് നേരിട്ടിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് പറയും. അത് ശരിക്കും മിറിയാണോ? അല്ല, എന്നെ കാണുന്നതിന് മുന്നേ ചെയ്തു അവളുടെ വിശ്വാസമാണ് അങ്ങനെ. അതെ, ആരാ ശരിക്കും? റെഡ് ഇന്ത്യൻ ട്രൈബൽ ഫേസ്, അത്രേ ഉള്ളൂ. ശരി, ഇനി അടുത്തത് നിങ്ങളുടെ ചോദ്യമാണ്. റെഡി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2? റെഡി. ശ്രദ്ധിച്ച് വീഡിയോ കാണുക. നേരത്തെ എവരുടെയും നമ്മുടെ ചാൻസ് പോയി, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഓക്കെ. നിങ്ങളുടെ രാഘവമാമൻ മരിച്ചതെന്നാന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ രാഘവമാമൻ മരിച്ചതെന്നാന്ന് ഓർമ്മയുണ്ടോന്ന്? 18 വർഷമായി. 1998 മാർച്ച് 15 ഒരു വ്യാഴാഴ്ചയാണ് രാഘവമാമൻ മരിച്ചത്. അങ്ങനെ പോയതോടുകൂടി എല്ലാം തൊലഞ്ഞില്ലേ, പോയില്ലേ? അപ്പൊ അത് ഓർമ്മയുണ്ട്. ശിവാന് ജനിച്ചതെന്നാന്ന് ഓർമ്മയുണ്ടോ? ശിവാന് ജനിച്ചതെന്നാന്ന് ഓർമ്മയുണ്ടോന്ന്? അയ്യോ, അതൊരു വല്ലാത്തൊരു ജനനമല്ലേ. അന്ന് ഭയങ്കര മഴയായിരുന്നില്ലേ? അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നീ എഴുതിയിട്ടില്ലേ? പക്ഷെ ഭയങ്കര കൺഫ്യൂസിംഗ് ഒരുപാട് സാധനം. അതാണ്. അപ്പൊ കണ്ടു മുഴുവനായിട്ട്. അതിനകത്ത് അക്ഷരങ്ങളെല്ലാം കണ്ടു അല്ലേ? വന്ന നമ്പറുകൾ കണ്ടു കുറച്ചൊക്കെ അല്ലേ? അതിനകത്ത് കാണിച്ച ബാക്കി സംഭവങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നോ? അതിനകത്ത് വേറെ ഒരുപാട് വ്യക്തികളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ആണോന്നോ? വ്യക്തികളെ കാണിച്ചായിരുന്നോ? പിന്നെ അവർ രണ്ടുപേരുണ്ടായിട്ടുള്ളൂ. ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കാണാത്ത ഒരുപാട് ഡീറ്റെയിൽസ് കാണുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അവര് പറയുന്നത് വിശ്വസിക്കുന്നതാണെന്നല്ലോ. ഓക്കെ, ഒന്നും കൂടി കാണാൻ പറ്റില്ല അല്ലേ? ഇല്ല, കാണിച്ചു തരാം. പിന്നെന്താ? ഓക്കെ, ചോദ്യത്തിലോട്ട് നടക്കട്ടെ. റെഡി. ചിത്രത്തിൽ എ മുതൽ ഏത് അക്ഷരം വരെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ആലോചിച്ച് നോക്കൂ. ABCD എഴുതിയിരുന്നു. അത് കണ്ടില്ലേ? അതല്ലേ ചോദിച്ചത്? അത് ABCD എഴുതിയിരുന്നത് ഏത് അക്ഷരം വരെ ഉണ്ടായിരുന്നു? ഞാൻ പറയട്ടെ, നീ ശ്രദ്ധിച്ചില്ല? ഇതാ പറഞ്ഞത്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ ലെറ്റർ കണ്ടില്ല. അതിനകത്ത് കൊള്ളാവുന്ന ഒരാളെ കണ്ടപ്പോ അയാളെ നോക്കി അല്ലേ? അല്ലാതെ ലെറ്ററുകളൊന്നും നോക്കിയില്ല. ഞാൻ കണ്ടില്ല. അത് ആരായിരുന്നു? അത് മാർക്ക് സക്കർബർഗ് ആയിരുന്നു. ഓ, ആണല്ലേ? പക്ഷേ ഈ ലെറ്റർ പറയൂ, നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റുള്ളൂ ഈ ലെറ്റർ. ഞാൻ പറയാം. തെറ്റിക്കരുത് പ്ലീസ്. എനിക്ക് ഉറപ്പാണോ? ഒന്നാണ്. അപ്പൊ പിന്നെ അത് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഏതോട്ട് എഴുതുമ്പോ നമ്മള് നോക്കട്ടെ അല്ലേ? പക്ഷെ മീത്തൻ മിറി വന്നിരിക്കുമ്പോ എം വരെയല്ലേ നിർത്താൻ പറ്റുള്ളൂ. എം തന്നെയാണ് ശരിയാണ്. അപ്പോ എം എന്നുള്ള ശരി ഉത്തരം പറഞ്ഞതിന് 45 seconds ഓഫ് ടൈം ഇൻസൈഡ് ദ നിലവറ. അത് എന്താണ് ഗെയിം എന്നുള്ള അറിയാൻ മീനാക്ഷി, രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ടാസ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കപ്പിൽ കപ്പ്. പച്ചലല്ല, പച്ച കപ്പും ഉണ്ട് ആൻഡ് റെഡ് കപ്പും ഉണ്ട്. ഈ റെഡ് കപ്പാണ് ഇപ്പൊ താഴെ ഇരിക്കുന്നത്. നിങ്ങളിതാ ഈ പച്ച കപ്പിനെ ഇങ്ങനെ മാറ്റി മാറ്റി ഒന്നൊന്നായി കൊണ്ടുവന്ന് ഫൈനലി ഈ റെഡിനെ ടോപ്പിൽ കൊണ്ടുവരണം. ഇങ്ങനെ മനസ്സിലായല്ലോ? യെസ്. സോ ഇതാണ് ടാസ്ക്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കിട്ടിയ കയ്യിൽ ഒതുങ്ങാവുന്ന അത്ര ഗിഫ്റ്റ് എടുത്ത് നിലവറ അടക്കുന്നതിന് മുമ്പ് വെളിയിലേക്ക് കടക്കാം. സോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാനുള്ള സമയം 45 seconds. റെഡി? ആരാ പോകുന്നത് ഗെയിമിന്? ഞാൻ പോവാം. ഓടൂ, വാരൂ, നേടൂ, ഗോ. വിത്തോട്ടൻ അവിടുത്തെ കാര്യമായി അനുഗ്രഹിച്ചു വിട്ടതാണ്. അപ്പൊ വേഗം ചെയ്തോളൂ ചേച്ചി, പെട്ടെന്ന് ചെയ്തോളൂ. 45 സെക്കൻഡ് ആണുള്ളത്. ഭയങ്കര എടുത്തോ, സമയമുണ്ട്. എടുത്തോ. സൂപ്പർ. മിരി നന്നായിട്ട് കുക്ക് ചെയ്യോ? പിന്നെ ഞാൻ അവിടെ അല്ല ചോദിച്ചത്, ഞാൻ മീത്തിനോട്. മിരി കുക്ക് ചെയ്യുന്ന സാധനമാണ് ഞാൻ ആദ്യത്തെ ടാസ്കിൽ എടുത്തുകൊണ്ടുവന്നത്. അത് കഴിച്ച് ജീവിതം തീർന്ന് പരിപ്പും ചോറും കഴിച്ച് ഒരു കാസറോൾ ഉണ്ട് എന്തായാലും അടച്ചു വെക്കാനായിട്ട്. ഇത് മിരി വളരെ ബുദ്ധിപൂർവ്വം എടുത്തോണ്ട് വന്ന ഒരു സോഡ മേക്കർ. വീട്ടിൽ നാരങ്ങ സോഡ അടിക്കുന്നുണ്ടെന്ന് അച്ചാറ് കിട്ടി, സോഡ മേക്കർ കിട്ടിയ സ്ഥിതിക്ക് വിളിക്കണേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീട്ടിലേക്ക്. അപ്പോ അതിന്റെ കൂടെ ഒരു നോൺ സ്റ്റിക് ഫ്രൈ പാൻ. പിട്ടാപ്പള്ളി നൽകുന്ന 3 സമ്മാനമാണ് സ്വന്തമായിരിക്കുന്നത്. വെരി വെൽ പ്ലേഡ്. ഗംഭീരമായിട്ട് കളിച്ച് ആ കപ്പൊക്കെ ഈസി ആയിട്ടാണ് വെച്ചത്. വേറെ ഒരു കുഴപ്പമില്ല.
പറഞ്ഞു വിട്ടത് കറക്റ്റ് തീരുമാനമായിരുന്നു. ആവശ്യമുള്ള എല്ലാം എടുത്തിട്ടുണ്ട്. അതെ, പക്ഷെ നിങ്ങൾ കാണിച്ചത് ഭയങ്കര ബോറായി. നിങ്ങൾ രണ്ടുപേരും ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞതുകൊണ്ട് ആ പാവ ഓഡിയൻസിനൊന്നും കിട്ടിയില്ലല്ലോ. അല്ല, അതില് എനിക്ക് ഒന്ന് അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾക്ക് വേണ്ടിട്ട്. അമ്മയും അവിടെ മക്കൾക്ക് കിട്ടുകൊണ്ട് ഈ മക്കൾക്കും എന്തെങ്കിലും കിട്ടട്ടെ നമ്മ correct. അല്ല, അമ്മേ, തെറ്റാണോ? ആണോ അമ്മേ? ഇല്ല വെറുതെ. ഇല്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.